ഇന്നത്തേക്കാ ദേ കഴിഞ്ഞു. എന്നാലും ഞാൻ ആലോചിക്കുക, ആരെങ്കിലും വിചാരിച്ചോ അയാൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന്? അത് ശരിയാണ് കേട്ടോ, അവരുടെ ടൈം. അതൊന്നും അല്ലടാ, അയാളുടെ കഴിവാ അയാളെ ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് ഇന്ത്യ മുഴുവൻ അംഗീകാരമുള്ള ഒരു എഴുത്തുകാരനായി മാറിയിരിക്കുകയാണ് ശ്രീ നൃപൻ. ആത്മാവിന്റെ ചികിത്സാലയം എന്ന ഒറ്റ പുസ്തകത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിലടക്കം അനേകം അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി. നമ്മളിലൊരുവനായ ശ്രീ നൃപൻ ഈ അംഗീകാരങ്ങളൊക്കെ നേടിയതിൽ ഈ ഗ്രന്ഥശാലയും നാം ഓരോരുത്തരും ഏറെ അഭിമാനിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നത് ഈ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീ എസ് വേണുഗോപാലാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും ശ്രീ നൃപനെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ മനസ്സ് 2 വർഷം പുറകിലേക്ക് പോവുകയാണ്. ഒരു കാർ അപകടത്തിൽ അച്ഛനും അമ്മയും സഹോദരനും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ദിനം. സനാതത്വത്തിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് അനാഥത്വത്തിലേക്ക് 3 ശരീരങ്ങൾ വെള്ളപുതപ്പിച്ച് കൺമുന്നിലൂടെ കൊണ്ടുപോകുന്നത് നിസ്സംഗതനായി നോക്കി നിന്നു. വേണ്ടപ്പെട്ടവർക്കൊപ്പം എൻ്റെ മനസ്സും കൈവിട്ടുപോയി. സമനില തെറ്റി. ഡിപ്രഷനെന്നോ ഭ്രാന്തെന്നോ വിളിക്കാവുന്ന ഒരവസ്ഥ. ചികിത്സ നേടി. ആർക്കും എൻ്റെ ആത്മാവിനെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ചികിത്സ വേണ്ടിയിരുന്നതും ആത്മാവിനായിരുന്നു. ഒടുവിൽ ഞാനത് കാട്ടിത്തന്നു. ആത്മാവിൻ്റെ ചികിത്സാലയം കാട്ടിത്തന്ന് എന്നെ ഇവിടം വരെ എത്തിച്ച ഒരാളുണ്ട്. ഇന്നിവിടെ എന്നോടൊപ്പമുണ്ട്. നീഹാരിക. ലഹരിയിൽ അലിഞ്ഞില്ലാതാകുന്ന അനേകം ജീവനുകളിൽ ഒന്നു മാത്രമായി മാറേണ്ടതല്ല നൃപന്റെ ജീവിതം. അയാൾക്ക് ചെയ്യാൻ എന്തൊക്കെയോ ഇനിയും ബാക്കിയുണ്ട്. അയാൾക്കു മാത്രം കഴിയുന്നവ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നേ സാധിക്കൂ. അതിന് ചികിത്സയാണ് പ്രതിവിധി. ശരീരത്തിനല്ല, ആത്മാവിന്. ആത്മാവിന്റെ ചികിത്സാലയം. ഉപദേശങ്ങളോ സഹതാപമോ അല്ല,
മനസ്സിന് കരുത്തു പകരാൻ കഴിയുന്ന ചികിത്സയാണ് വേണ്ടത്. അത് അയാൾക്ക് കാട്ടിക്കൊടുക്കാൻ തുനിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അയാൾ സ്വയം തിരിച്ചറിയുക തന്നെ ചെയ്യും. പ്രതിസന്ധികളെ തരണം ചെയ്യാനും ദുഃഖത്തെ ചിരിച്ചു വരവേൽക്കാനും തോറ്റുകൊടുക്കാതെ പൊരുതാനും ജീവിതത്തെ അറിയാനും അവസരമൊരുക്കുന്ന വാതിൽ അയാൾക്കായി തുറന്നു. ചികിത്സ തുടങ്ങുകയായി. കളി നടക്കോടെ? എന്താട്ടാ നീ അത് കണ്ട? എങ്ങനെയാടാ ഇത്രയും വലിയ ബുക്കൊക്കെ വായിക്കുന്നത്? 3-4 പേര് കൂടുതലൊന്നും എനിക്ക് വായിക്കാൻ പറ്റൂല. അതിന് നിങ്ങളൊന്ന് പുസ്തകം വായിച്ച്. ഇതാ മറ്റേ പയ്യനല്ലേ? അത് തന്നെ. ഇപ്പം എന്നും വരും, എപ്പോഴും വായന. ഓരോ അവസ്ഥകളെ. ആത്മാവിന്റെ ചികിത്സാലയങ്ങൾ വായനശാലകളാണ്. മരുന്ന് പുസ്തകങ്ങൾ. എനിക്കെന്റെ ജീവൻ തന്നെ തിരിച്ചു തന്നത് ഇവയാണ്. ആത്മാവിന്റെ ചികിത്സാലയം എന്ന എന്റെ പുസ്തകത്തിന് കിട്ടിയ അംഗീകാരം ലോകത്തിലെ മുഴുവൻ വായനശാലകൾക്കും സമർപ്പിക്കുന്നു. ഒപ്പം ആത്മാവിന്റെ ചികിത്സാലയം കാട്ടിത്തന്ന നീഹാരിയേക്കും നന്ദി, നമസ്കാരം. ആ, നീ ക്രിക്കറ്റൊക്കെ നിർത്തി വായന തുടങ്ങിയോ? അങ്ങളെ, ശരീരത്തിനാണ് ക്രിക്കറ്റ്, ആത്മാവിന് വായന.